ലോറി ഉടമ മനാഫ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മനാഫ്, നിങ്ങളൊക്കെ തന്നെയും ആ ഭാഗത്ത് ഈ തിരച്ചിൽ നടക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ഇന്ന് അവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടോ ഈ തിരച്ചിൽ സംഘത്തിന്റെ ഭാഗത്തു നിന്ന്? ഇന്നെ മത്സ്യത്തൊഴിലാളികളാണ് വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ ഒരു മൃതദേഹം ഇങ്ങനെ കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. അവിടെയുള്ള ആളുകളാണ് വിളിച്ചു പറഞ്ഞത്. അത് പ്രകാരം ഞാൻ ഈശ്വർ മൽപ്പെ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഈശ്വർ മൽപ്പെ അവിടെ എത്തുന്നാ പറഞ്ഞത് ആ ഭാഗത്തേക്ക്. ഏത് തരത്തിലുള്ള തിരച്ചിലാണ് ഈ സമയങ്ങളിൽ അവിടെ നടന്നിരുന്നതെന്ന് അറിയാമായിരുന്നോ? അല്ല, ഇപ്പം പൂർണ്ണമായിട്ടും തെരച്ചിൽ നിർത്തിവെച്ചിനി. മനയാന്ന് ഈശ്വർ മൽപ്പെ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുത്തും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. ഇപ്പം പൂർണ്ണമായും തെരച്ചിൽ നിർത്തിയ ഘട്ടത്തിലാണ് ഇപ്പം എന്താണ് ഒരു മൃതദേഹം ഇങ്ങനെ കടലിൽ ഒഴുകി പോകുന്ന ആളുകൾ കണ്ടത്. അപ്പൊ അത് ഈ കണ്ടെത്തി എന്നുള്ളതിനൊപ്പം തന്നെ അവർക്ക് ഇനി അവിടെ ചെന്ന് അത് വീണ്ടെടുക്കേണ്ടതുണ്ടല്ലേ? ഞാൻ വിളിച്ച ആളോട് പറഞ്ഞത്, ഒന്ന് പോലീസിനെ അറിയിക്കണം, രണ്ടാമത് ആ മൃതദേഹം നിങ്ങളാരും തുടരുത്. ആ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലേ മനാഫ്? അതെ അതെ അതെ. അപ്പൊ നിങ്ങളെ അവിടെ അവിടെ എത്ര നാൾ ഉണ്ടായിരുന്നു ഈ തിരച്ചിൽ നടക്കുന്നിടത്ത് നിന്ന്? ഇപ്പോൾ ഇന്നലെയാണ് നാട്ടിലേക്ക് തിരിച്ച് പോരുന്നത്. അർജുൻ, എന്റെ ബ്രദർ ഇൻ ലോ ഉണ്ടല്ലോ, ജിതിൻ, ഇന്നലെ വരുന്നത്. അവന്റെ കുട്ടിക്ക് സുഖമായിട്ട് ഒന്ന് ഓപ്പറേഷൻ ആണ് ഇവിടെ മിംസിലെ. അപ്പം ഇപ്പം നിലവിൽ ഇപ്പൊ അവിടെ ആരും ഇല്ല. ഞാനിപ്പോ അങ്ങോട്ട് പുറപ്പെടാം. ശരി മനാഫ്.